നമസ്കാരം, വെൽക്കം ടു മിനീസ് മിനി കിച്ചൺ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഉലുവ ദോശയാണ്. കർക്കിടക മാസമൊക്കെ വരാൻ പോകില്ലേ, അപ്പം നമ്മുടെ ആരോഗ്യത്തിനും ആഹാരശീലത്തിലൊക്കെ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു ടൈമാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്നിവിടെ ഉലുവ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 100-ലധികം ഹെൽത്തി ബെനിഫിറ്റ്സ് ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉലുവക്കഞ്ഞി ഇങ്ങനെയുള്ള ഉലുവ കൊണ്ടുള്ള കുറേ ഐറ്റംസൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഉലുവ ദോശ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഉലുവ ദോശ എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഞാനിതിലേക്ക് 3 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് ഇതിലേക്ക് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് 3 ഗ്ലാസ് അരി ഇട്ടു. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പായിട്ട് വരില്ല. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പിടി ഉഴുന്ന്, അതാണ് എൻ്റെ ഒരു കണക്ക്. ഈ ഒരു പിടി ഉഴുന്നും കൂടെ ഇതിലേക്ക് ചേർത്ത് പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ 10 മണിക്കൂർ ഇതിനെ സോക്ക് ചെയ്യാൻ വയ്ക്കാം. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഉലുവയാണ്. ഉലുവ അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സോക്ക് ചെയ്യാൻ വെക്കണം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ സോക്ക് ചെയ്യുകയും വേണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരയ്ക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഉലുവ സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തു. അതും നമുക്കൊരു 10 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ 10 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണിത്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. ആദ്യം ഞാൻ അരി ഉഴുന്നും കൂടിയുള്ളതാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 2 തവണയായിട്ട് ഈ അരിയെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി അരച്ചു. ഇനി നമുക്കിനി ഇതിലേക്ക് ഇതേ ജാറിൽ തന്നെ നമുക്കിനി ഉലുവയും കൂടെ ഉലുവയും കൂടെ അരയ്ക്കാം. അപ്പോൾ ഉലുവ നമ്മൾ ചേർക്കുമ്പോൾ നന്നായി വെള്ളം ചേർത്തിട്ട് തന്നെ അരയ്ക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ കട്ടിയായി പോയി അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉലുവയും അരച്ചു. നമുക്ക് ഉലുവ 4 ടേബിൾ സ്പൂൺ ഉലുവയാണെങ്കിൽ നന്നായി ഉഴുന്ന് പോലെ തന്നെ നന്നായി ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉലുവ അരച്ചതും കൂടെ ഈ അരിയിലോട്ട് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് ഇളക്കണം ഇത് ശരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഉലുവ നന്നായി ഇളക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ടൊരു കട്ട പോലെ ഉലുവ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കാം. അപ്പോൾ ഉലുവയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതായത് അത് ഇൻസുലിൻ മെറ്റബോളിസത്തിനെ ഇത് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ഉലുവ. അപ്പോൾ നമ്മളിത് ഏതാണ്ട് നല്ല വൃത്തിയിൽ 1 മിനിറ്റ് എടുത്തിട്ട് തന്നെ ശരിക്കും ഇതിനെ നന്നായി ഇളക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് അടച്ച് വെച്ച് അരമണിക്കൂർ നമ്മളിതിനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു അലുവ കഷ്ണം പോലെ നിൽക്കുന്ന കാണാൻ വരും. അതായത് കുറച്ചും കൂടി ഈ ബാറ്റർ അങ്ങ് നന്നായി ടൈറ്റായിട്ടുണ്ടാവും, ഇത് തിക്ക് ബാറ്റർ ആയിട്ടുണ്ടാവും ഇത്. അപ്പം നമ്മൾ വീണ്ടും ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും ഇതിനെ നന്നായി ഇളക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇതിനെ തയ്യാറാക്കി ഒരു 13 മണിക്കൂർ സമയമെങ്കിലും ഇതിനെ പുറത്ത് വെച്ച് പുളിപ്പിക്കണം. അപ്പോൾ ആ പുളി വരുമ്പോൾ ആ ഉലുവയുടെ ആ കയ്പും അങ്ങ് കുറഞ്ഞു കിട്ടും, പുളിയും ഉണ്ടാകും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. നമുക്കിനി 13 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ 13 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി വേണം ഇതിന് ഉപ്പിടാൻ. ഞാൻ എപ്പോഴും ഇനി ഏത് ദോശയാണെങ്കിലും ഏത് ഇഡലി ആണെങ്കിലും ഞാനിപ്പോൾ തലേന്ന് ഒന്ന് അരച്ച് വെക്കുമ്പോൾ ഉപ്പിടാറേ ഇല്ല. നമ്മൾ ഉപ്പിട്ട് പുളിക്കാൻ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അതിന് പുളി കൂടും. അപ്പോൾ എപ്പോഴും ദോശയ്ക്കും ഇഡലിക്കാണെങ്കിലും രാവിലെ മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഇതിനെ ഒന്ന് നന്നായി ഇളക്കിയിട്ട് നമുക്കിതിനെ ചുട്ടെടുക്കാം.
അപ്പോൾ ദോശക്കല്ല് വെച്ചു, ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം എണ്ണ തൊട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണ തൊടുന്നതിന് കണ്ടോ, ഇതിപ്പോൾ വാഴയുടെ തണ്ടാണ്, വാഴയില തണ്ടാണിത്, അതാണ് യൂസ് ചെയ്യുന്നത്. തണ്ട് ഇതുപോലെ ചെത്തിയെടുത്ത് എണ്ണയിൽ മുക്കിയിട്ട് ഇങ്ങനെ ദോശക്കല്ലിൽ ഉരച്ച് കൊടുക്കും. ഉലുവ ദോശയ്ക്കാക്കുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ദോശക്കല്ല് കാഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കയ്യിൽ ദോശമാവെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ദോശമാവ് ഒഴിക്കുമ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് സ്പീഡായി ഇങ്ങനെ പരത്തരുത്, വളരെ സ്ലോലി ആയിട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എണ്ണ അധികവും ദോശയിൽ ഒഴിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊക്കെ തൂക്കി കൊടുക്കാം കേട്ടോ. പക്ഷേ ഞങ്ങളിവിടെ എണ്ണ ഉപയോഗിക്കുന്നത് കുറവാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വാഴയുടെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ദോശ വെന്തിട്ടുണ്ട്, നമുക്കിനി ഇത് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ദോശ വളരെ സോഫ്റ്റായിട്ടുള്ള ദോശയാണ്, കണ്ടില്ലേ. നമുക്കിതിപ്പോൾ എന്താ പറയുക, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ദോശയാണ്. നമുക്കൊരു ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നമുക്ക് ഈ ദോശ നമുക്ക് കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെ വരാൻ പോകുമല്ലേ, ഒരു 3 ദിവസം നമുക്കിതിങ്ങനെ കഴിക്കാം, ദോശ കഴിക്കാം. അപ്പോൾ നമുക്കിത് ശർക്കരയുടെ കൂടെ കൂട്ടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി എണ്ണയിൽ താളിച്ചിട്ട് അങ്ങനെയും കഴിക്കാം. ഇതിനെക്കാട്ടും എല്ലാം ടേസ്റ്റ് വറുത്തരച്ച കടലക്കറിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല